വികസിത ഭാരതം സാധ്യമാകുന്നത് വികസിത കേരളത്തിലൂടെയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ വികസിക്കാതെ വികസിത ഭാരതം സാധ്യമാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ BJP വാർഡ് തല നേതൃസംഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. विकसित भारत संभव ही नहीं और महान केरल राज्य जो अनेक संस्कृतियों का मिल मिलाप कर आगे बढ़ने वाला राज्य है, विकसित केरलम आज से भारतीय जनता पार्टी का मूल उद्देश्य बनने वाला है। जिस आधार पर विकसित केरलम की कल्पना हम करते हैं, उसके मूल में मोदी जी के 3 सिद्धांत हैं। पहला, करप्शन बगैर का गवर्नेंस। दूसरा, सरकारी योजनाओं में कोई भेदभाव नहीं होगा। और तीसरा, वोट बैंक पॉलिटिक्स से ऊपर उठकर केरल के विकास की संकल्पना। കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു വരികയാണ്. 2026-ൽ കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരുന്നതെന്നും അമിത്ഷാ അഭിപ്രായപ്പെട്ടു. और मैं केरल की जनता का धन्यवाद करना चाहता हूं। 2014 के इलेक्शन में केरल की जनता ने भाजपा को 11% वोट दिए, 19 में 16%, 24 में 20% वोट दिया। अब बारी है भाजपा की सरकार बनाने की बारी है। 2026 का चुनाव NDA BJP के नेतृत्व में, मोदी जी के नेतृत्व में പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 21,000 വാർഡുകളിൽ മത്സരിച്ച് BJP ജയക്കൊടി ഉയർത്തും. പുതിയ ഓഫീസ് ഉദ്ഘാടനം കേരളത്തിൽ അധികാരം നേടുന്നതിലേക്കുള്ള ചവിട്ടുപടിയാവട്ടെയെന്ന് പത്മനാഭസ്വാമിയോട് പ്രാർത്ഥിക്കുന്നതായും BJPക്ക് കാര്യാലയം അമ്പലത്തിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മിഷൻ വികസിത കേരളം ലോഗോ വീഡിയോ അമിത്ഷാ പ്രകാശനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJP നേതാക്കളായ K. സുരേന്ദ്രൻ, V. മുരളീധരൻ, MT രമേശ്, PK കൃഷ്ണദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്.